ഇന്നത്തെ third and the last topic for the class means for the day is spherical mirrors. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് പ്ലെയിൻ മിറേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു. പക്ഷെ മിറേഴ്സ് സ്ട്രെയിറ്റും പ്ലെയിൻ ആയിട്ടുള്ള മിറേഴ്സ് മാത്രമല്ല ഉള്ള കർവ്ഡ് മിറേഴ്സ് ഉണ്ട്. കർവ്ഡ് മിറേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വളവും തിരിവൊക്കെ ഉള്ള പല ഷേപ്പിലുള്ള മിറേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ കർവ്ഡ് മിറേഴ്സിനകത്ത് തന്നെ നമ്മൾ വൈഡ്ലി മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മിറേഴ്സാണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സർക്കിൾ പോലെ ഇരിക്കും, പക്ഷെ ബോത്ത് എൻഡ്സ് കുറച്ച് വളഞ്ഞിട്ട്. സോ എർത്ത് സ്പെറിക്കൽ ഷേപ്പ് എന്നൊക്കെ പറയുന്നത്. സോ ദിസ് ഇസ് എ സ്പിയർ. This should look like a sphere, but I don't know. But അപ്പോൾ സ്പിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ ഒരു ഐഡിയ കിട്ടും. ഇനി ഈ സ്പെറിക്കൽ മിറേഴ്സ് രണ്ട് ടൈപ്പിലുണ്ട്. 2 types of spherical mirrors. അതാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു 50 അല്ലെങ്കിൽ 40 to 50% ഈ രണ്ട് മിറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്താണ്, അല്ലെങ്കിൽ ഈ മിറർ എങ്ങനെ ഇരിക്കുന്നതെന്ന് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റാണ്. ആദ്യത്തെ ടൈപ്പാണ് കോൺകേവ് മിറർ. രണ്ടാമത്തെ ടൈപ്പാണ് കോൺവെക്സ് മിറർ. ഇതിൻ്റെ രണ്ടിൻ്റെ ഷേപ്പ് ഏകദേശം നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. ഏതാണ് ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സൈഡ്, ഏതാണ് അല്ലാത്ത ഷെയ്ഡഡ് പാർട്ട് എന്നൊക്കെ കൺഫ്യൂഷൻ വരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഇത് ഓർത്തിരിക്കണം എന്നൊക്കെ നമുക്കിപ്പം പഠിച്ചു നോക്കാം. സോ ഐ ഹാവ് ബോട്ട് എ സ്പൂൺ ഫോർ ദാറ്റ്. ഇതൊരു നോട്ട് എ കുക്കറി ഷോ, ബട്ട് ഇതൊരു നമ്മളിത് പഠിക്കാനായിട്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഈ ഒരു തവിയുടെ ഈ ഒരു part, it looks like a half part of a sphere. So the thing is that ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. ഇത്രയും ഭാഗം നോക്കണം. ഇത്ര ഒരു ഭാഗം നോക്കുമ്പോൾ ഇതിന് അകത്തൊരു സർഫസ് ഉണ്ട്, പുറത്തൊരു സർഫസ് ഉണ്ട്. ഇത് ഇൻവേർഡ്ലി കർവ്ഡ് സർഫസ് ആൻഡ് ഇത് ഔട്ട്വേർഡ്ലി കർവ്ഡ് സർഫസ്. ഇത് ഔട്ട്വേർഡ്ലി, അതായത് പുറത്തോട്ട് ഇത് പുറത്തോട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത്. ഇത് മാത്രം നോക്കുകയാണെങ്കിൽ ഇത് ഈ സൈഡ് അകത്തോട്ട് ബൾജ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇത് അകത്തോട്ട് ഇൻവേർഡ്ലി കർവ്ഡ് ആൻഡ് ദിസ് ഇസ് ഔട്ട്വേർഡ്ലി കർവ്ഡ്. അപ്പം ഈ ഒരു സ്പൂണിനകത്ത് ഇപ്പം ഈ സൈഡ് നോക്കിയാലും ഈ സൈഡ് നോക്കിയാലും നമ്മളെ കാണാൻ പറ്റും. പക്ഷേ ഡിഫറൻസ് ഉണ്ട്, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ ഇൻവേർഡ്ലി കർവ്ഡ് സർഫസ് ആണ് നമ്മളുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ I write down the term reflecting surface. Okay, so ഈ ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മളുടെ ലൈറ്റ് വന്ന് വീണിട്ട് ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ സർഫസിൽ നിന്നാണ് ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്യുന്നെങ്കിൽ ഇതിനെ നമുക്ക് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വിളിക്കാം, ഈ സർഫസ്. അപ്പം ഇൻവേർഡ്ലി കർവ്ഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ള മിററിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തെ സർഫസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന സർഫസ്, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ ഔട്ട്വേർഡ്ലി കർവ്ഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ള മിറേഴ്സിനെയാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. അപ്പം റിഫ്ലക്റ്റിംഗ് സർഫസിനെ ഞാൻ RS എന്ന് പറയുകയാണ്. കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് കർവ്ഡ് ഇൻവേർഡ്സ് ആൻഡ് കോൺവെക്സിനകത്താണെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് കർവ്ഡ് ഔട്ട്വേർഡ്സ്. അപ്പം ഇതിനെ രണ്ടിനെ നമ്മൾ ഫിസിക്സിനകത്ത് നമ്മൾ മെയിൻലി ഈ ചാപ്റ്ററിനകത്തൊക്കെ നമ്മൾ ഇതിനെ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഡയഗ്രാം ഏകദേശം ഒരേപോലെ തന്നെ തോന്നും, പക്ഷേ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ. ആ ഡിഫറൻസ് എപ്പോഴും ഓർത്തിരിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ഇൻവേർഡ്ലി കർവ്ഡ് ആണെന്നും ഇത് ഔട്ട്വേർഡ്ലി കർവ്ഡ് ആണെന്നും ഓർത്തിരുന്നേ പറ്റത്തുള്ളൂ. ഇതെങ്ങനെ നമ്മൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ
ഇങ്ങനെ ഒരു കർവ്, ഇതൊരു സ്ഫിയറിന്റെ പാർട്ടാണ്, ഇതാണ് നമ്മളുടെ മിറർ. അവിടെ നമ്മൾ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കും. ആൻഡ് ഇതെന്ന് വെച്ചാൽ ഇത് ഷെയ്ഡഡ് പാർട്ടാണെന്ന് അർത്ഥം. പുറത്തെ പാർട്ട് ഷെയ്ഡഡ് പാർട്ട്. ഇവിടെ അല്ല റിഫ്ലക്ഷൻ നടക്കുന്നത്, ഇത് മിററിന്റെ പുറത്തെ സൈഡാണ്. ഇതാണ് ശരിക്കും മിററിന്റെ ഫ്രണ്ട് സൈഡ്. ഈ ഭാഗം ഇതുണ്ട്, ഈ ഭാഗമാണ് ഫ്രണ്ട് സൈഡ്. അപ്പം ഈ ഭാഗമാണ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇത് ഇതിന്റെ ഷെയ്ഡഡ് റീജിയൻ. അപ്പൊ നോക്കിക്കേ, നമ്മളുടെ സാധാരണ കണ്ണാടിയുടെ ആണെങ്കിലും റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ല കണ്ണാടിയുടെ മുൻപ് വശം അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. അതിന്റെ പുറകിലത്തെ വശം ഇറ്റ്സ് ദ ബാക്ക് സൈഡ്. സോ അങ്ങനെ തന്നെ കോൺകേവ് മിററിനകത്ത് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ള ഈ ഭാഗത്തിനാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ്, ഇത് ഇതിന്റെ ബാക്ക് പുറകുവശം. ഓക്കെ, സോ ദിസ് വുഡ് ബി ദ കോൺകേവ് മിറർ. ഞാൻ ഈ എഴുതിയേക്കുന്ന സാധനങ്ങളെല്ലാം ഇതിൽ നിന്ന് വായിക്കും, അല്ലെ ഇപ്പൊ ഇരുന്നോട്ടെ, അതായിട്ട് കമ്പയർ ചെയ്തിട്ട് വായിക്കാം. ഇനി നമ്മൾ അടുത്ത കോൺവെക്സ് മിറർ എങ്ങനെയാണെന്ന് നോക്കാം. അതും നമ്മൾ ഇങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. അതർവൈസ് ഐ ജസ്റ്റ് ടേൺ ഇറ്റ്സ് സൈഡ്. ഓക്കെ, കുറച്ച് ഡിഫറൻസ് വരുത്താനായിട്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് മാറ്റാം. നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ ലൈൻസ് വരുന്നത് അകത്തെ വശം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷെയ്ഡഡ് റീജിയൻ അകത്തെ വശവും ഈ പുറത്തെ വശമാണ് മിറർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ പുറത്തെ വശത്താണ് ലൈറ്റ് വന്ന് വീണിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് പുറത്തെ വശം ഇസ് ദ റിഫ്ലക്റ്റിംഗ് സൈഡ്. റിഫ്ലക്റ്റിംഗ് സൈഡ് ഏതാണോ അതാണ് മിററിന്റെ ഫ്രണ്ട് ഭാഗം. സോ ദിസ് വുഡ് ബി ദ ഫ്രണ്ട് സൈഡ്, ദിസ് വുഡ് ബി ദ ബാക്ക് സൈഡ്. ഓക്കെ, സോ നമ്മളുടെ രണ്ട് മിറർ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഇതിനെ വരയ്ക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ എന്തായാലും ഓർത്തിരുന്ന് മാറിപ്പോകാൻ നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ഇങ്ങനെ ഇതൊരു സ്ഫിയർ ആണെങ്കിൽ ഇതിൻ്റെ അകത്തെ വശമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ ഇത് കോൺകേവ് മിറർ, ഇതിൻ്റെ പുറത്തെ വശമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ ഇത് കോൺവെക്സ് മിറർ. ഇതിനി എങ്ങനെ ഓർത്തിരിക്കണമെന്ന് വെച്ചാൽ ഒരു രണ്ട് ക്ലൂ വേർഡ്സ് ആണ്. ഇത് കർവ്ഡ് ഇൻവേർഡ്സും ഇത് കർവ്ഡ് ഔട്ട്വേർഡ്സും ആണ്. ഓക്കെ, സോ കോൺകേവ് മിറർ, കേവ്, ഇവിടുത്തെ നമ്മളുടെ കീവേഡ് അല്ലെങ്കിൽ ക്ലൂ വേർഡ് ഇസ് കേവ്. കേവ് എന്ന് വെച്ചാൽ ഗുഹ. കേവ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഗുഹ, അതിനകത്ത് ആൾക്കാർ പോകുന്നത്. അപ്പം കേവിന് അകത്താണ് ആൾക്കാർ പോകുന്നത് എന്ന് വെച്ചാൽ ഇൻവേർഡ്സ്, അകത്ത്. സോ കോൺകേവ്, റിമെമ്പർ അബൌട്ട് ദ ഗുഹ ഓർ ദ കേവ് ഇൻ ദ കോൺകേവ്. കേവിനകത്താണ് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ആ കേവിനകത്ത് ഇൻവേർഡ്. സോ കോൺകേവ് ഇസ് ദ ഇൻവേർഡ്ലി കർവ്ഡ് മിററിനെയാണ് കോൺകേവ് എന്ന് പറയുന്നത്. ഇനി കോൺവെക്സ്. കോൺവെക്സ് ഓർത്തിരിക്കാനായിട്ട് അതൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിൻ്റെ കോൺവെക്സ് മിററിൻ്റെ യൂസിനകത്ത് നമ്മളിനി മുമ്പോട്ട് പഠിക്കാൻ പോകുന്ന കാര്യം ഇത്. പക്ഷേ കോൺവെക്സിനെ ഓർത്തിരിക്കാനും ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ വെഹിക്കിൾസിൻ്റെ ഒക്കെ റെയർ വ്യൂ മിറർ ഇല്ല, അതായത് കാറിൻ്റെ, ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ കാറിൻ്റെ ബൈക്കിൻ്റെ എന്താണെങ്കിലും നോക്കിക്കോ, അതിൻ്റെ ഒക്കെ റെയർ വ്യൂ മിറർ അതൊന്ന് പോയി ഒന്ന് തൊട്ട് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതിങ്ങനെ ആ മിറേഴ്സൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ബൾജ് ചെയ്തായിരിക്കുന്നത്. അവിടെ കാറിൻ്റെയും എല്ലാ വെഹിക്കിളിൻ്റെയും റെയർ വ്യൂ മിററായിട്ട് നമ്മൾ കോൺവെക്സ് മിററിനെയാണ് യൂസ് ചെയ്യുന്നത്. അത് പുറത്തോട്ട് ഇങ്ങനെ ബൾജ് ചെയ്തിട്ടിരിക്കുന്നത്, അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ്. അപ്പം കോൺവെക്സ് മിറർ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ആസ് റെയർ വ്യൂ മിറേഴ്സ്. അപ്പം ഈ വെക്സ്, കോൺവെക്സിൻ്റെ വെക്സ് എന്നുള്ള വാക്കിൽ നിന്ന് നിങ്ങൾക്ക് വെഹിക്കിൾ ഓർക്കണം, കാറോ ബൈക്കോ എന്ന് വേണമെങ്കിലും ഓർത്തു. അപ്പോൾ ഈ വെഹിക്കിളിനകത്ത് യൂസ് ചെയ്യുന്ന മിററാണ് കോൺവെക്സ് മിറർ. വെഹിക്കിൾ നിങ്ങൾക്ക് ഇപ്പം ബൈക്കോ കാറോ ഒക്കെ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്കപ്പം മനസ്സിലോട്ട് വരുമല്ലോ അതിങ്ങനെ പുറത്തോട്ട് ബൾജ് ചെയ്തിരിക്കുന്നത്. കാരണം യു ഹാവ് എക്സ്പീരിയൻസ് ഓഫ് ഇറ്റ്, യു നോ ബൈക്കും കാറിൻ്റെ ഒക്കെ റെയർ വ്യൂ മിറർ എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അത് നമുക്ക് ഓർക്കുമ്പോഴേ മനസ്സിലാവും, ഓക്കെ വെഹിക്കിൾസ് വെക്സ്, വെഹിക്കിൾസിലുള്ള മിറർ ഔട്ട്വേർഡ്ലി കർവ്ഡ്. അതുകൊണ്ട് കോൺവെക്സ് മിറർ ഔട്ട്വേർഡ്ലി കർവ്ഡ്, കോൺകേവ് മിറർ ഇൻവേർഡ്ലി കർവ്ഡ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ടുള്ള വഴിയാണ് ഞാൻ പറഞ്ഞായിരുന്നു, മാറിപ്പോകാതെ.
സോ കോൺകേവ് മിറർ എന്ന് കേൾക്കുമ്പോഴേ കേവിനെ ഓർക്കണം, കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോഴേ വെഹിക്കിളിനെ ഓർക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സം ഓഫ് ദ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് ഈ സ്പെറിക്കൽ മിറേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഈ ടേംസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് അറിയണം, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞാലേ നമുക്ക് പിന്നെ റേ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിനകത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ റേ ഡയഗ്രാംസ് വരയ്ക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഏതാണെങ്കിലും ഒരു ഡയഗ്രാം ഒക്കെ നമ്മൾ വരയ്ക്കുന്ന മുമ്പ് അതിനകത്ത് ടേംസ് ഒക്കെ എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞാലല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ടേംസ് നമ്മൾ ആദ്യം പഠിക്കണം. 4 എണ്ണം അല്ല, ടോട്ടലി 7 എണ്ണം ഉള്ളത്. ഫസ്റ്റ് നമ്മൾ 4 എണ്ണം നോക്കാം. അപ്പം ആദ്യത്തെ നമ്മുടെ ടേം എന്ന് പറയുന്നത് പോൾ എന്നാണ്. പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കോൺകേവ് മിററും ഇത് കോൺവെക്സ് മിററും. ഈ കോൺകേവ് മിററിന്റെ സെൻട്രൽ പാർട്ട്, അതായത് ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടല്ലോ, ഇതല്ലേ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ നടുക്കത്തെ ആ പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ പി ആണ്. അപ്പം കോൺകേവിനകത്ത് ഞാൻ പോൾ മാർക്ക് ചെയ്തു. കോൺവെക്സിനകത്ത് ഇത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈ പുറത്തേത്, അതിന്റെ സെന്റർ, അതിന്റെ നടുക്കത്തെ പാർട്ട്, നടുക്കത്തെ ആ പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ ഫസ്റ്റ് ടേം, പോൾ ഓഫ് ദ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിലാണ് ലൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇനി അടുത്ത ടേംസ് ഒക്കെ പഠിക്കുമ്പോൾ അതൊന്നും ഇതേലല്ലായിരിക്കും കിടക്കുന്നത്, പുറത്തോട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ പോൾ മാത്രം നമ്മുടെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ്, ആ സർഫസിൽ തന്നെയാണ് ആ പോയിന്റ് ഉള്ളത്. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ടേം, പോൾ. അടുത്ത നമ്മളുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ. ഒരു സർക്കിളിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതിപ്പോ ഒരു സർക്കിൾ ആണെങ്കിൽ ഇത് അതിന്റെ സെന്ററും, സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഔട്ടർ ലൈനിലോട്ടുള്ളത് ഇത് സെന്റർ ഓ എന്ന് വിചാരിക്കും. ഈ സെന്ററിന്റെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഈ ഒരു ഔട്ടർ പോയിന്റിലോട്ടുള്ള ഒരു ലൈനിന് നമ്മൾ റേഡിയസ് എന്ന് പറയും, റേഡിയസ്. പിന്നെ ഈ മുഴനോട്, അതായത് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് സെന്റർ വഴി പോകുന്ന ഒരു ഫുൾ ലൈനിനെ നമ്മൾ പറയുന്നത് ഡയമീറ്ററും. ഇതൊക്കെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം, ഞാൻ ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ തന്നെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, സ്പെറിക്കൽ മിറേഴ്സ് ആയ കോൺകേവ് മിററും കോൺവെക്സ് മിററും സ്പിയേഴ്സിന്റെ പാർട്ടാണ്. എന്ന് വെച്ചാൽ ദീസ് ആർ പാർട്ട് ഓഫ് ദ സ്പിയേഴ്സ്. ഇതിങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കണ്ടോ ഒരു സ്പിയർ ആയില്ലേ ഇത്. എന്നുവെച്ചാൽ ഇത്രയുമേ ഉള്ളൂ മിറർ. ഇവിടെ ഒരു ഇമാജിനറി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഡോട്ടഡ് ലൈൻ വെച്ച് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇതൊരു സ്പിയർ ആയി. അപ്പം ഈ ഒരു സ്പിയറിന്റെ ഒരു സെന്റർ ഉണ്ടായിരിക്കുമല്ലോ, ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. ആ പോയിന്റാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നമ്മളുടെ സ്പെറിക്കൽ മിറർ, കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് മിറർ ഒരു ഇമാജിനറി സ്പിയറിന്റെ പാർട്ടാണ്. അതായത് അതിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു സ്പിയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ആ സ്പിയറിന്റെ സെന്റർ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. ഓക്കെ, അപ്പം കോൺവെക്സ് മിററിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ സെന്റർ നോക്കിക്കേ, ഏകദേശം ഇതായിട്ട് വരത്തില്ലേ. അപ്പം ഇത് നമുക്ക് മാർക്ക് ചെയ്യാം സി എന്ന്. അപ്പം ഇത് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ കോൺവെക്സ് മിറർ, ഇത് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ കോൺകേവ് മിറർ. ഇനി അടുത്ത കാര്യം, സെന്റർ ഓഫ് കർവേച്ചർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളുടെ മിററിന്റെ ഒരു പാർട്ട് അല്ല. ഇത്രയുമേ ഉള്ളൂ നമ്മളുടെ മിറർ. ഈ ഞാൻ സോളിഡ് ലൈനായിട്ട് വരച്ചേക്കുന്ന ഇത്രയുമേ ഉള്ളൂ നമ്മളുടെ മിറർ. ആ മിററിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് പോൾ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞ പോയിന്റ് ഒരു ഇമാജിനറി പോയിന്റ് ആണ്. ഇത് മിററിൽ കിടക്കുന്ന പോയിന്റ് അല്ല. ഈ മിറർ കംപ്ലീറ്റ് ചെയ്യുന്ന സ്പിയറിന്റെ നടുക്കത്തെ പോയിന്റ് സെന്റർ. അപ്പൊ ഇപ്പം ഇതിപ്പോ എന്റെ മിറർ ആണെന്ന് വിചാരിക്കും. ഇത് മാത്രം കൺസിഡർ ചെയ്യും. ഇതെന്റെ കോൺവെക്സ് മിറർ, ഇത് റിഫ്ലക്റ്റിംഗ് സർഫസ്, അല്ലെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യും. ഇത് കോൺകേവ് മിറർ, ഇത് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പം
ഇതിന്റെ നടുക്കത്തെ പോയിന്റ്, ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ നടുക്കത്തെ പോയിന്റ് ആണ് എന്റെ പോൾ. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടായിരിക്കുമല്ലോ, അതായത് ഇതൊരു ഫുൾ സ്പിയർ ആകൂല്ലോ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു സർക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ നടുക്കത്തെ പോയിന്റ്, ഇങ്ങനെ ഒരു സർക്കിൾ ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ സെന്റർ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അത് ഇവിടെ ആയിട്ട് നിൽക്കും, ഈ പോളിന്റെ നേരെ ഇവിടെ ആയിട്ട് നിൽക്കും. പക്ഷെ ഇത് നമ്മളുടെ ഈ മിററിന്റെ പാർട്ടാണോ? അല്ലല്ലോ. അപ്പൊ അങ്ങനെ തന്നെ ഈ സെന്റർ ഓഫ് കർവേച്ചർ നമ്മളുടെ മിററിന്റെ പാർട്ട് അല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞു തന്നായിരുന്നു നമ്മളുടെ രണ്ട് മിററിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എന്താണെന്ന്. അപ്പൊ കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതല്ലേ, ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ്. അതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഏതാ? ഇത്. ഇതിന്റെ മുമ്പിലത്തെ വശം ഇത് ഫ്രണ്ട് സൈഡ്, ഫ്രണ്ട് സൈഡ്. ഇത് ബാക്ക് സൈഡ്. നമുക്ക് ഫ്രണ്ട് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ കോൺവെക്സ് മിററിന്റെ ആണെങ്കിലോ ഇതല്ലേ റിഫ്ലക്റ്റിംഗ് സർഫസ്, ഈ പുറത്ത് കാണുന്നതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അതുകൊണ്ട് കോൺവെക്സ് മിററിന്റെ ഈ ഭാഗമാണ് ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, കോൺകേവ് മിററിന്റെ ഫ്രണ്ട് സൈഡിലാണ് നമ്മളുടെ സെന്റർ ഓഫ് കർവേച്ചർ കിടക്കുന്നത്. കോൺവെക്സ് മിററിന്റെ ഫ്രണ്ട് സൈഡിലാണോ? അല്ല. കോൺവെക്സ് മിററിന്റെ ബാക്ക് സൈഡിലും കോൺകേവ് മിററിന്റെ ഫ്രണ്ട് സൈഡിലുമാണ് നമ്മളുടെ സെന്റർ ഓഫ് കർവേച്ചർ കിടക്കുന്നത്. സോ നമുക്കത് പറയാൻ പറ്റും, സെന്റർ ഓഫ് കർവേച്ചർ ലൈസ് in front of the concave mirror, or center of curvature is not a part, but it lies in front of the concave mirror. But in convex mirror, the center of curvature lies behind the mirror. ഈ reflecting surface, ഈ മിററിന്റെ പുറകു വശത്താണ് സെന്റർ ഓഫ് കർവേച്ചർ ഇത് കിടക്കുന്നത്. ഇതിലാണെങ്കിൽ ഫ്രണ്ട് സൈഡിലാണ് കിടക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിനെ കുറിച്ച് പറയാൻ. ഇനി നമുക്ക് തേർഡ് വണ്ണിലോട്ട് പോകാം. റേഡിയസ് ഓഫ് കർവേച്ചർ. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഒരു സർക്കിളിന് സെന്റർ ഉണ്ടെങ്കിൽ ആ സെന്ററിൽ നിന്ന് ആ ഒരു സർക്കിളിന്റെ ഔട്ടർ ലൈനിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൈനിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ ഈ സ്പിയറിന്റെ സെന്ററിനെയാണ് പറയുന്നതെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും. ഈ സെന്ററും ഇതിന്റെ ഔട്ടർ ലൈനും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ലൈനില്ലേ, ഈ ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R. അപ്പം ഇത്രയും ഈ ഒരു ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് ഈ പോളിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇതിനകത്തും അങ്ങനെ തന്നെ ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതപ്പോൾ അത്രേ ഉള്ളൂ, അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് അത്രയും explanation ഒന്നുമില്ല. It's just that this distance, the distance connecting the center of curvature and pole, this distance is known as radius of curvature. അപ്പോൾ നമ്മളുടെ third point വരും. ഇനി last point എന്ന് വെച്ചാൽ principal axis. ഈ സെന്റർ ഓഫ് കർവേച്ചറും പോളിലും കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു ലൈൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക, ഒരു സ്ട്രേറ്റ് ലൈൻ. എൻ്റെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയില്ല, ഐ എം സോറി. പക്ഷെ ഇതിനകത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഒരു സ്ട്രേറ്റ് ലൈൻ സെന്റർ ഓഫ് കർവേച്ചറും പോളിൽ കൂടെ ഇങ്ങനെ രണ്ട് മിററിനകത്തും ഇങ്ങനെ ഇത് പോവാണെന്ന് വെക്കുക. ഇങ്ങനെ ഈ പാസ് ചെയ്യുന്ന ഈ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, PA, പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഈ പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നോർമൽ ടു ദ മിറർ ആയിട്ടായിരിക്കും പോകുന്നത്. എന്ന് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, നോർമൽ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നതിന്റെ അർത്ഥം അത് പെർപെൻഡിക്കുലർ ആണ്, എന്ന് വെച്ചാൽ 90 ഡിഗ്രി ഉണ്ടാക്കും ആ ലൈൻ ഈ സർഫസുമായിട്ട്. അപ്പൊ ഇത് 90 ഡിഗ്രി ഉണ്ടാക്കും, 90 ഡിഗ്രി. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ പ്രിൻസിപ്പൽ ആക്സിസിനെ കുറിച്ചും പറയാനായിട്ട്.